ഹായ് ഓൾ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നാഷണൽ ഫോറൻസിക് യൂണിവേഴ്സിറ്റിയിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപേക്ഷിക്കാൻ കഴിയുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൽ അപേക്ഷിക്കാവുന്നതാണ്. അതിനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ മേഖലയിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ഇത് പ്രധാനമായിട്ടും NFU റിക്രൂട്ട്മെന്റ് 2026 എന്ന ഒരു ടീമിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്കാണ് നമ്മൾ നിയമനം നടത്തുന്നത്. അതിൽ ഓർഗനൈസേഷനെ പറ്റി നോക്കാം. അത് നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതാണ് ഇതിന്റെ യൂണിവേഴ്സിറ്റി. ഇതിൽ വരുന്ന പോസ്റ്റുകളുടെ എണ്ണം നിലവിൽ മുഴുവൻ പോസ്റ്റുകളോടെ ചേർത്ത് 82 പോസ്റ്റുകളാണ് വരുന്നത്. ആപ്ലിക്കേഷൻ മേഡ്, അതായത് ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കുന്നത് ഓൺലൈൻ ത്രൂ ആണ്. ആപ്ലിക്കേഷൻ്റെ ഫീസ് ഉണ്ട് 500 രൂപ പ്ലസ് GST ആണ്. ജനറൽ EWC OBC കാറ്റഗറിക്കാണ് ഈ ഒരു പേയ്മെന്റ് വരുന്നത്. ഇനി SC ST PWBD വുമൺ കാറ്റഗറിക്ക് ഇതിൻ്റെ ഫീസിൽ നിന്ന് എക്സംപ്റ്റും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെലക്ഷൻ മോഡ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ, റിട്ടൺ ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ് തുടങ്ങിയ വ്യത്യസ്ത സ്റ്റേജുകളിലൂടെയാണ് നിങ്ങൾ ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യേണ്ടത്. ഇത് അപേക്ഷിക്കുന്നതിനായിട്ട് ഈ കാണുന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ താഴെ നൽകിയിട്ടുണ്ടായിരിക്കും. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതായിരിക്കും. ഇനി നമുക്ക് ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ടെക്നിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളാണ്. അതിൽ ആദ്യമായിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന് പറയുന്ന ഒരു തസ്തികയാണ്. ഇതിലെ പ്രായപരിധി എന്ന് പറയുന്നത് 50 വയസ്സ് വരെയുള്ള പ്രായത്തിൽ അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ്. ഇതിന് മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത് നിങ്ങൾക്ക് PhD ഉണ്ടായിരിക്കണം, മാസ്റ്റേഴ്സ്, BTech റെലവൻറ്റ് ഫീൽഡിൽ ഉണ്ടായിരിക്കണം. ഏറ്റവും കുറഞ്ഞത് 12 വർഷത്തെ 7 മുതൽ 12 വർഷത്തെ എക്സ്പീരിയൻസും ഈ ഒരു പോസ്റ്റിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കുവാൻ വേണ്ടുന്ന യോഗ്യത എന്ന് പറയുന്നത്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്ന പോസ്റ്റാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പ്രായപരിധി 45 വയസ്സാണ്. ഇവിടെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് PhD, മാസ്റ്റേഴ്സ് ഇൻ ഫോറൻസിക് കെമിസ്ട്രി ആൻഡ് റിലേറ്റഡ് ഫീൽഡാണ്. പ്ലസ് 4 മുതൽ 7 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഒരു ബന്ധപ്പെട്ട മേഖലയിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അടുത്തതായിട്ട് സീനിയർ സയന്റിഫിക് ഓഫീസർ എന്ന തസ്തികയാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന മാക്സിമം ഏജ് ലിമിറ്റ് 40 വയസ്സാണ്. ഇതിൻ്റെയും യോഗ്യത PhD, മാസ്റ്റേഴ്സ്, BE അല്ലെങ്കിൽ BTech ഈ ഒരു മേഖലയിൽ ഉണ്ടായിരിക്കണം. ഈ 2 മുതൽ 7 വർഷത്തെ പ്രവൃത്തി പരിചയം ഈ മേഖലയിൽ നിങ്ങൾ നേടിയിരിക്കണം. അടുത്തതായിട്ട് ജൂനിയർ സയന്റിഫിക് ഓഫീസർ എന്ന തസ്തികയാണ്. ഇതിന് അപേക്ഷിക്കാനുള്ള മാക്സിമം പ്രായപരിധി 35 വയസ്സാണ്. ഇനിയും ഇതിന് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. റെലവൻറ്റ് ഫീൽഡിൽ മിനിമം 3 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസും നിങ്ങൾക്കുണ്ടായിരിക്കണം. അടുത്തതായിട്ട് ലാബറട്ടറി അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത്. മിനിമം യോഗ്യത എന്ന് പറയുന്നത് ബാച്ചിലർ ഇൻ സയൻസ് സബ്ജക്റ്റ് ആണ്. പ്ലസ് എക്സ്പീരിയൻസ് ആയിട്ട് ഒന്നും തന്നെ ചോദിക്കുന്നില്ല. അതായത് ഫ്രഷേഴ്സിനും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓർഗ പോസ്റ്റിന്റെ പേര് ലാബറട്ടറി അസിസ്റ്റന്റ് എന്നുള്ളതാണ്. അടുത്തത് സെക്ഷൻ ഓഫീസർ എന്ന തസ്തികയാണ്. സെക്ഷൻ ഓഫീസറിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി 21 വയസ്സിനും 40 വയസ്സിനും ഇടയിലാണ്. ഇതിന് യോഗ്യത എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ 55% കുറയാത്ത മാർക്കാണ്. ഇനി എക്സ്പീരിയൻസ് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അപ്പോഴേതെങ്കിലും നോംസിന്റെ അടിസ്ഥാനത്തിൽ വരികയാണെങ്കിൽ അത് ക്രൈറ്റീരിയ ആയിട്ട് എടുക്കാനും സാധ്യതയുണ്ട്. നിലവിൽ ഫ്രഷേഴ്സിനും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഡെപ്യൂട്ടി സെക്ഷൻ ഓഫീസർ എന്ന പോസ്റ്റാണ്. ഇവിടുത്തെ പ്രായപരിധി 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. യോഗ്യത ബാച്ചിലേഴ്സ് ഡിഗ്രി 55% മാർക്കിൽ കുറയാത്ത മാർക്കാണ്. അതുകൂടാതെ എക്സ്പീരിയൻസ് നിലവിലൊന്നും പറയുന്നില്ല. നോംസ് പ്രകാരം വന്നാൽ അതുകൂടി ഉണ്ടാവും. നിലവിൽ ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തിക അസിസ്റ്റന്റ് എന്ന തസ്തികയാണ്. പ്രായപരിധി 21 വയസ്സിനും 35 വയസ്സിനും ഇടയിലാണ്. മിനിമം യോഗ്യത ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. എക്സ്പീരിയൻസ് റിക്വയർ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. ഓർക്കുക, പ്രായപരിധി 21 വയസ്സിനും 35 ഇടയിലുമാണ്. ഈ ഒരു പ്രായം ജനറൽ കമ്മ്യൂണിറ്റിയുടേതാണ്. ഇതിന് ആനുപാതികമായിട്ടുള്ള ഇളവ് OBC SC ST വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. OBCക്ക് 3 വർഷവും SC ST വിഭാഗങ്ങൾക്ക് 5 വർഷവും വീതം ഇതിൽ പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ്. ഈ കാണുന്ന വെബ്സൈറ്റ് ലിങ്ക് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ആ ഒരു ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതുവഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾ ക്രാക്ക് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.